എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആമവാദത്തെക്കുറിച്ചാണ്. ആമവാദം അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എന്താണ് ആമവാദത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ? നമ്മൾക്ക് ആമവാദം ഉണ്ടോ എന്ന് നമ്മൾക്ക് എങ്ങനെ തീർച്ചപ്പെടുത്താൻ പറ്റും? ഓക്കെ, ആമവാദം ഉള്ള രോഗികൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശക്തിയായ പനി ഉണ്ടായിരിക്കും. കാൽമുട്ടിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലെ നല്ല വേദനയുണ്ടായിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന് ചികിത്സകൾ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വേദന നമ്മുടെ കൈമുട്ടിലേക്കും കഴുത്തിലേക്കും വ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് ആമവാദത്തിന്റെ ലക്ഷണങ്ങളാണെന്ന്. ആമവാദം ഉള്ള രോഗികൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും വേദന വ്യാപിച്ചു തുടങ്ങുന്നതായിരിക്കും. പനി, രാവിലെ നല്ല ക്ഷീണമുണ്ടായിരിക്കും, എഴുന്നേൽക്കാൻ തോന്നില്ല, നമുക്ക് രാവിലെ എണിക്കാൻ തോന്നില്ല, ഒരുത്തിൽ തന്നെ ചുരുണ്ടുകൂടി കെടുക്കാൻ തോന്നും, പനി ചെറുതായിട്ടുണ്ടായിരിക്കും നമ്മൾക്ക്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആമവാദമാണെന്ന് കണക്കാക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് നടത്തി നോക്കാം. RA ഫാക്ടർ നോക്കാം, CRP ടെസ്റ്റ് നടത്താം, ESR എന്നിവ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് ആമവാദം ഉണ്ടോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. ആമവാദം പാരമ്പര്യമായിട്ടും നമ്മൾക്ക് വരാം. എന്നാൽ ആമവാദം ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത അസുഖമാണെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചികിത്സ കൊണ്ട് ആമവാദത്തിന് നമ്മൾക്ക് നല്ല വ്യത്യാസം വരുത്താനും കൺട്രോൾ വരുത്തുവാനും നമ്മൾക്ക് പറ്റും. മോഡേൺ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്നാണ്. ഈ അസുഖം വന്നവർ കൃത്യമായ ആഹാരനിഷ്ഠ പാലിക്കേണ്ടതാണ്. വിരുദ്ധമായ ആഹാരം കഴിക്കരുത്. വിരുദ്ധമായ ആഹാരം എന്താണെന്ന് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് വിരുദ്ധമായ ആഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും വിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ആമവാദത്തിന് ഏറ്റവും നന്നായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് നമ്മൾ ആഹാരക്രമങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടതാണ്. തണുപ്പടിക്കുന്നത് ആമവാദ രോഗികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ആമവാദത്തിന്റെ പ്രധാന പ്രശ്നമായിട്ട് നമ്മൾക്ക് വരുന്നത് ദഹന പ്രക്രിയയിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലം ടോക്സിൻസ് സന്ധികളിൽ വന്ന് അടിഞ്ഞുകൂടുന്നതാണ്. എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ, അച്ചാറുകൾ, ഫ്രിഡ്ജിൽ വെച്ച ആഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായി ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും. നമ്മുടെ ദഹന വ്യവസ്ഥയും ഇമ്മ്യൂണിറ്റിയുമായി ഒരുപാട് കണക്ഷനായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഇമ്മ്യൂണിറ്റിയും ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആമവാദം വന്നവർക്ക് ദഹന സംബന്ധമായ അസുഖങ്ങൾ മുൻപ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും, പൈൽസ് ഉണ്ടായിരിക്കും, IBS ഉണ്ടായിരിക്കാം, ഗാസ്ട്രൈറ്റിസ് എന്നിവ ഇവർക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം, ഉറപ്പാണത്. ഇനി നമ്മൾക്ക് ഇതിന്റെ ആയുർവേദ ചികിത്സ എന്താണെന്ന് നോക്കാം. മുരിങ്ങയുടെ ഇല, ആവണക്കിൻ്റെ ഇല, എരിക്കിൻ്റെ ഇല, കാഞ്ഞിരത്തിൻ്റെ ഇല ഇവ തിളപ്പിച്ച് ആവി കൊള്ളുന്നത് ആമവാദ രോഗികൾക്ക് പെട്ടെന്ന് നീര് വലിച്ചു പോകുവാനും വേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ടായും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കഷായ കൂട്ട് പറഞ്ഞുതരാം. ഇത് കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പനിയും ക്ഷീണവും ആ വേദനയും കുത്തിക്കുത്തി വേദനയും പെട്ടെന്ന് പോകും. കുറുന്തോട്ടി വേര്, ചിറ്റമൃത്, ദേവതാരം ഇതിന്റെ കഷായം നിങ്ങൾ അടുപ്പിച്ച് ഒരു 21 ദിവസം കുടിക്കുക. ഒരു 90% നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും ആമവാദത്തിന്റെ. ഇനി നമ്മൾ ആമവാദം വന്നവർ എന്തെല്ലാം ഉപേക്ഷിക്കണം? ചില സാധനങ്ങൾ ആമവാദം വന്നവർ കഴിക്കാൻ പാടില്ല. പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പാടില്ല, വഴുതനങ്ങ കഴിക്കാൻ പാടില്ല, പയർ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പാടില്ല. ഓക്കെ.